എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പനീർ കുറുമയുടെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ പനീറൊക്കെ തയ്യാറാക്കുമ്പോൾ അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാക്കി മാറ്റിയെടുക്കാമെന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 200 ഗ്രാം പനീർ ഇതുപോലെ ചെറിയ ക്യൂബുകളാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് നോർമലാക്കിയിട്ട് വേണം ഇത് ക്യൂബാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇന്ത്യൻ പനീർ എന്ന് പറഞ്ഞ് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പനീർ ചെറു തീയിലിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് തെറിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ടിത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അന്നേരം നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് പനീർ കറിയിലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഉള്ളിയൊക്കെ ഇതിൽ തന്നെയാണ് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു കുറുമയിൽ ആ ഒരു സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടുക. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടണം. അപ്പോഴാണ് ഈ ഒരു കുറുമയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറുന്നവരെ ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് 2ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക്, നമ്മളിതൊരു നാടൻ സ്റ്റൈലിലാണ് ഈ ഒരു പനീർ കറി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറുമയ്ക്കൊക്കെ കുറച്ച് മല്ലിപ്പൊടി ഒന്ന് കൂടുതൽ നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം ചേർത്ത് കൊടുത്താലും മതിയാകും. ഗരം മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പൊടികൾ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചക്കുത്ത് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. പച്ചക്കുത്ത് മാറിയില്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ചെറു തീയിലിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എണ്ണയൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ 3-4 അണ്ടിപ്പരിപ്പ്. ഇത് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറുമയ്ക്ക് നമ്മളെപ്പോഴും തേങ്ങ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടാണ് കുറുമയിൽ ചേർക്കുന്നത്. അതേ രീതി തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ചെറു തീയിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരും പാനിൽ നിന്ന്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ്. ഈ ഒരു തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. തൈര് ചേർക്കുമ്പോൾ ഈ ഒരു കറി വേറൊരു അടിപൊളി ടേസ്റ്റ് ആവും. അതുപോലെ തന്നെ ആ ഒരു തക്കാളിയുടെ പുളി മാത്രമല്ല, ഈ ഒരു തൈരിൻ്റെ പുളിയും കൂടെ ആകുമ്പോഴാണ് ഈ ഒരു കുറുമയ്ക്ക് അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ തൈര് കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ട് വരിക. അപ്പോൾ വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിക്നെസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു കറി നന്നായിട്ടിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു പനീറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു കുറുമയാണ്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ പനീർ ബട്ടർ മസാല തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലിലുള്ളൊരു അടിപൊളി കുറുമയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പനീർ കുറുമ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയില ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ഈ ഒരു കുറുമയ്ക്ക്. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് പച്ചക്കറി വേപ്പില ഒന്നിട്ട് കൊടുത്താലും മതിയാകും. മല്ലിയില ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറുമ ചപ്പാത്തി, അതുപോലെ പൊറോട്ട, നെയ്ച്ചോറ്, നാൻ എല്ലാത്തിനും കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്